ഇപ്പോൾ ജയസിദ്ധാർത്ഥന്റെ പിതാവ് മാധ്യമങ്ങളോട് സംസാരിക്കുന്നുണ്ട്. അതിലേക്ക് തത്സമയം. നമ്മളെ കുടുംബത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത് വളരെ നിരാശകരമാണ്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനൊരു ജാമ്യം കിട്ടുമെന്ന്. പ്രത്യേകിച്ച് ഇതുപോലുള്ളൊരു ക്രൂര കൊലപാതകം ചെയ്ത ഇതുപോലുള്ള പോലെ ചെന്നായ്ക്കളെ പോലുള്ള ഒരാൾക്ക് ഒരു ജാമ്യം കൊടുക്കും എന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞാനും എൻ്റെ കുടുംബവും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പിന്നെ കോടതി കാര്യം, അതാണ് ഞാൻ പറഞ്ഞത്. കോടതിയെ ഞാൻ ആ ഒരു കാര്യത്തിൽ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. കോടതിക്ക് കിട്ടുന്ന തെളിവുകളോ അല്ലെങ്കിൽ അവിടുത്തെ കാര്യങ്ങളോ എനിക്ക് നിയമം കൂടുതൽ അറിയില്ലാത്തതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്രയും നാൾ കേട്ട സിദ്ധാർത്ഥൻ്റെ മരണം കേട്ടതുപോലുള്ള ഭയങ്കര ഒരു ദുഃഖമായിരുന്നു ഞാൻ ഇന്ന് കേട്ട ഒരു വാർത്ത. അവരെ തുറന്നു വിട്ടതെന്ന് പറഞ്ഞാൽ കാര്യം ഒരിക്കലും തുറന്നു വിടാൻ പാടില്ല. തുറന്നു വിടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എന്താ, പേപിടിച്ച ആൾക്കാർ ചെന്നായിക്കളെ ചങ്ങലക്കിടണം, അല്ലെങ്കിൽ കൂട്ടിനിടണം, ഇല്ലെങ്കിൽ ചാവുന്നേരം കൂട്ടിനിടണം. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനായിരുന്നു ഇത്രയും ഈ ആൾക്കാർ. ഇവരെ തുറന്നു വിട്ട എന്തുകൊണ്ടാണെന്നുള്ള കാര്യം അത് എനിക്കറിയില്ല. നിയമപരമായിട്ട് നോക്കട്ടെ. പിന്നെ കോടതിക്ക് വേണ്ടത് തെളിവുകളാണ്. ശരിയാണ്, എനിക്കറിയാം. അവർക്ക് മൊഴികൾ, സാക്ഷ്യമൊഴികളോ കാര്യങ്ങളോ എല്ലാം വേണം. അത് ചിലപ്പോൾ കിട്ടിക്കാണില്ലായിരിക്കും. അത് കിട്ടിക്കാണാത്ത കാര്യമെന്ന് പറഞ്ഞാൽ ഇത്രയും വൈകിപ്പിച്ച് CBIയുടെ കയ്യിലെത്തിയ ഒരു കേസാണ്. സ്റ്റേറ്റ് ഗവൺമെൻറ് CBIക്ക് കൊടുത്തൊരു കേസാണിത്. എത്രത്തോളം ലേറ്റാക്കാൻ പറ്റുമോ അത്രത്തോളം ലേറ്റാക്കി, അത്രത്തോളം നശിപ്പിച്ച്, നമ്മൾ പറയുമ്പോൾ നാരായണക്കല്ലിൻ്റെ എടുത്ത് നശിപ്പിച്ചിട്ട് കൊടുത്തിട്ടാണ് ഈ സ്റ്റേറ്റ് ഗവൺമെൻറ് ഒരു കേസ് CBIക്ക് കൊടുക്കുന്നത്. ഏതൊക്കെ രീതിയിൽ വൈകിപ്പിക്കാൻ പറ്റുമോ, ഏതൊക്കെ രീതിയിൽ അതിനെ തെളിവുകൾ നശിപ്പിക്കാൻ പറ്റുമോ അതെല്ലാം ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ CBIക്കും അത് കണ്ടുപിടിക്കേണ്ട സമയം വേണ്ടി വരും. ഉള്ള തെളിവുകളെല്ലാം നശിപ്പിച്ചു. ഏതൊക്കെ രീതിയിൽ ലേറ്റാക്കാൻ പറ്റുമോ അതാണ് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ. ഞാനൊരു ഉദാഹരണം, ആഭ്യന്തര ഡിപ്പാർട്ട്മെൻറ്റ്, കേരള ഗവൺമെൻറ് ആഭ്യന്തര ഡിപ്പാർട്ട്മെൻറ്റ് CBIക്ക് കൊടുക്കേണ്ട ഒരു കേസ് ഡയറി, കേസിൻ്റെ CBIക്ക് കൊടുക്കേണ്ട റിപ്പോർട്ട് അതിനെ വൈകിപ്പിച്ചു. അത്രയും വൈകിപ്പിച്ച് പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ആ കേസ് നശിപ്പിക്കാൻ വേണ്ടിയിട്ട്, അതായത് തെളിവ് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിനെ അവർ സസ്പെൻഡ് ചെയ്തു. ആഭ്യന്തര ഡിപ്പാർട്ട്മെൻറ്റിലെ ഉയർന്ന ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യേണ്ട സ്ഥലത്ത് ഏറ്റവും താഴേക്കിടയിലുള്ള 3 പേരെ സസ്പെൻഡ് ചെയ്തിട്ട് അവരോട് പറയുക, നിങ്ങളിപ്പോൾ സസ്പെൻഡ് ചെയ്തിട്ട് നിങ്ങളിപ്പോൾ പുറത്ത് വയ്ക്കുമോ, ഞാൻ 1 മാസം കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് കൂടിയ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥരിൽ ജോലി തരാമെന്ന് ഒരു 2 മാസം മുമ്പ് അവരോട് പറയുക. അതുപോലെ തന്നെയാണ് സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അവരെ പുറത്തെടുത്തിട്ട് ഇപ്പോൾ ഒരാൾക്ക് തുറമുഖ വകുപ്പിൽ ഉയർന്ന പ്രൊമോഷനോട് കൂടി ജോലി കൊടുത്തിട്ടുണ്ട്. ആഭ്യന്തര ഡിപ്പാർട്ട്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആഭ്യന്തര ഡിപ്പാർട്ട്മെൻറ്റ് ജോലി കൊടുത്തിട്ടുണ്ട്. ആഭ്യന്തര ഡിപ്പാർട്ട്മെൻറ്റ് ആണല്ലോ ഇത് നശിപ്പിച്ച് നാരായണക്കല്ലെടുത്തത്. ആഭ്യന്തര ഡിപ്പാർട്ട്മെൻറ്റ് ആര്? ആഭ്യന്തര മന്ത്രിയാണല്ലോ, അത് ഞാനല്ല. അതുകൊണ്ട് അതാണ് ഞാൻ പറഞ്ഞത്, അങ്ങനെ ഏതൊക്കെ രീതിയിൽ നശിപ്പിക്കാൻ പറ്റുമോ അതെല്ലാ രീതിയിലും നശിപ്പിച്ച് മണൽ പോലെ കിടന്ന ഒരു സിറ്റുവേഷനിലാണ് CBIക്ക് കിട്ടുന്നത്. അപ്പോൾ CBIക്ക് അതിൽ നിന്ന് കൊണ്ടുവരേണ്ട സമയമെടുക്കും. തീർച്ചയായിട്ടും അവർക്ക് തെളിവുകളും കാര്യങ്ങളും ചിലപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ബഹുമാനപ്പെട്ട കോടതിക്ക് ചിലപ്പോൾ അത് കിട്ടിക്കാണില്ല, ചിലപ്പോൾ അതിൻ്റെ കോടതിയിൽ ഇത് കിട്ടിക്കാണില്ല. അതിൻ്റെ വലിയ ഉദാഹരണമാണല്ലോ ഈ പ്രതികൾ കീഴടങ്ങാൻ പോയത്. വയനാട്ടിലെ പഴയ MLA ശശിനാഥൻ്റെ കൂടെയാണല്ലോ പോയത്. ശശിനാഥനല്ലോ കൊണ്ടുപോയത് കീഴടങ്ങാൻ പോയപ്പോഴേ അദ്ദേഹമാണല്ലോ മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് പോയത്. അപ്പോൾ ഈ കോടതി SOPയുടെ നേതാക്കന്മാരാണ്, സാധാരണക്കാരനല്ല. അതുപോലെ അക്ഷയ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അക്ഷയ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ക്രിമിനലായിട്ട് വരുന്നത്. അക്ഷയ്യുടെ കൂടെ കൊലപാതകത്തിൽ നിന്നിട്ട് അക്ഷയ് പോയിരുന്നത് എവിടെയാണ്? ഇടുക്കിയിൽ MM മണിയുടെ വീട്ടിലാണ് പോയത്. MM മണിയുടെ അവൻ്റെ ഒരു കുടുംബ വീട്ടിൽ അവിടെ ചെന്ന് വിളിച്ചിരുന്നത്. അവൻ ഇതുവരെയും പിടിച്ചിട്ടില്ല. പിന്നെ ബിൻസിയ എന്ന് പറയുന്നത് എൻ്റെ മോൻ്റെ കൊലപാതകത്തിന് കൂട്ടുനിന്ന ബിൻസിയ. അത് അവളെ അമ്മയെന്ന് പറയുന്നത് ഇവിടെ തൃശ്ശൂരുള്ളത് കമ്മീഷണർ ഓഫീസിലെ ജോലിയാണ്. അവളെ ഇതുവരെയ്ക്കും ഒന്നും തൊട്ടിട്ടില്ല. കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്, അവർക്ക് തൊടുന്നതിന് മുമ്പേ മാക്സിമം തെളിവ് നശിപ്പിച്ചു ആഭ്യന്തര ഡിപ്പാർട്ട്മെൻറ്റ്, കേരള ഗവൺമെൻറ് ആഭ്യന്തര ഡിപ്പാർട്ട്മെൻറ്റ്. ഇതൊക്കെ തെളിഞ്ഞു വരാൻ സമയമെടുക്കും. പക്ഷേ ഇതുവരെയ്ക്ക് ജാമ്യം കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഞാൻ അടങ്ങിയിരിക്കില്ല. അങ്ങനെ അടങ്ങി ജാമ്യം കിട്ടിയത്, ജാമ്യം എന്ന് പറഞ്ഞാൽ കുറ്റവിമുക്തമാക്കുന്നു എന്നല്ല, ഞാൻ അടങ്ങി നിൽക്കില്ല. ഇവരൊക്കെ ഇനിയുണ്ട് ആൾക്കാർ, എല്ലാവരെയും ഞാൻ അകത്താക്കിയിട്ടേ അടങ്ങുള്ളൂ. അല്ലാതെ ഇപ്പം ജാമ്യം കിട്ടി എന്നുള്ളത് അവസാന വാക്കല്ല. ഇത് പറയും ജാമ്യം കിട്ടി ഒരിക്കലും ഞാൻ കോടതി കുറ്റം പറയുകയില്ല. ബഹുമാനപ്പെട്ട കോടതിക്ക് അതിൻ്റേതായ തെളിവ് വേണം. ആ തെളിവ് അനുസരിച്ച് വയ്ക്കാൻ പറ്റുള്ളൂ. അല്ല മീഡിയയുടെ ന്യൂസോ പത്രവാർത്ത ന്യൂസോ നോക്കിയിട്ട് ഒരിക്കലും കോടതിക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. അവിടെ വേണ്ടതെന്ന് പറഞ്ഞാൽ തെളിവുകൾ. നശിപ്പിച്ചാണ് ആഭ്യന്തര ഡിപ്പാർട്ട്മെൻറ്റ്. നശിപ്പിച്ചാണ് ആഭ്യന്തര ഡിപ്പാർട്ട്മെൻറ്റും ഈ കോളേജിലുള്ളതുള്ള ഡീനും അവൻ്റെ അസിസ്റ്റൻറ്റ് വാർഡനും. പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ മകനെ കൊന്നതിൻ്റെ അന്ന് മുതൽ ആ കോളേജിൽ 2 ആഴ്ച വരെ ഇരുന്ന് കഴിഞ്ഞാൽ ഈ ആർഷോ എന്ന് പറയുന്ന SOPയുടെ നേതാവ് അവനും അവിടെ തന്നെ ഉണ്ടായിരുന്നു. എൻ്റെ മകൻ മരിച്ചു കഴിഞ്ഞിട്ട് ഈ ആർഷോ തന്നെ അവിടെ പോകേണ്ട കാര്യം തോന്നാണ്. കേസിന് നേതാവുണ്ട്, ABPയുടെ നേതാവുണ്ട്, MSFൻ്റെ ഉണ്ട്, പല നേതാവിനുണ്ട്. അവനെന്താ അവിടെ കാര്യം? അവനവിടെ ചെന്ന് തെളിവ് നശിപ്പിക്കാൻ വേണ്ടി 2 ആഴ്ച അവിടെ കാത്തു കിടന്നില്ലേ? ഇതെല്ലാം എനിക്ക് പുറത്തു കൊണ്ടുവരണമല്ലോ. ഇതെല്ലാം ഞാൻ പുറത്തു കൊണ്ടുവരും. അല്ല ജാമ്യം കിട്ടിയത് അവസാന വാക്കല്ല.
അതാണ് ഞാൻ പറഞ്ഞത്. ബഹുമാനപ്പെട്ട കോടതിക്ക് ഇപ്പം കിട്ടാതെ പോയതെന്ന് പറഞ്ഞാൽ വ്യക്തമായ സോളിഡ് എവിഡൻസോ കാര്യങ്ങളൊന്നും കിട്ടിയില്ല. ഈ കാര്യങ്ങളൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടേ ഞാൻ അടങ്ങുള്ളൂ. അതെ തീർച്ചയായും. കാരണം പോലീസ് അന്വേഷണത്തിൽ വീഴ്ച എന്ന് ആദ്യം പറയാൻ പാടില്ല. കാര്യം എന്നാൽ പോലീസ് അന്വേഷണം ആദ്യം നല്ല രീതിയിലാണ് പോയിക്കൊണ്ടിരുന്നത്. പോലീസ് അന്വേഷണം ആദ്യത്തിൽ പോയി രണ്ടാമത്തെ സ്റ്റേജ് വന്നപ്പോഴേ പിടിച്ചതല്ല SOPയുടെ നേതാക്കന്മാരായിപ്പോയി. അത് പോലീസിന് വലിയ തെറ്റ് പറ്റിയെന്ന് പറഞ്ഞാൽ പിടിച്ചെടുത്തത് കൊണ്ടുവന്നപ്പോഴാണ് അറിയുന്നത് SOPയുടെ യൂണിറ്റ് സെക്രട്ടറിയും പ്രസിഡന്റും കാര്യങ്ങളല്ല. അതാ അവിടെ പറ്റിപ്പോയത്. പോലീസിൽ അവിടെ വന്ന് എല്ലാ കൊന്നവന്മാരെല്ലാം SOPയുടെ നേതാക്കന്മാരായിപ്പോയി. അതുമുതൽ പോലീസ് ബാക്കടിച്ചല്ല, പോലീസിനെ കൊണ്ട് ബാക്കടിപ്പിച്ചു. അതുമുതൽ തെളിവുകൾ നശിപ്പിക്കാൻ തുടങ്ങി. അതുമുതൽ. അല്ലാതെ ഞാൻ ഒരിക്കലും പോലീസിനെ കുറ്റം പറയുന്നില്ല. ഈ അന്വേഷണ ഉദ്യോഗസ്ഥനെ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല. അന്വേഷണ ഉദ്യോഗസ്ഥനെ കുറ്റം പറയാത്ത കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ആദ്യം പൊയ്ക്കൊണ്ടിരുന്നത് നല്ല ട്രാക്കിൽ തന്നെയാണ് പൊയ്ക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ SOPയുടെ നേതാക്കന്മാരെ പിടിച്ച് തുടങ്ങിയപ്പോൾ അദ്ദേഹം അവിടെ വെച്ച് മതിയാക്കി. അത് കഴിഞ്ഞ് എനിക്കും ഇൻഫർമേഷൻ കിട്ടി, ഇത് പോകുന്നത് കറക്റ്റായിട്ടല്ല. യൂണിറ്റ് സെക്രട്ടറി, പ്രസിഡന്റ്, സെക്രട്ടറി, ചെയർമാൻ, ഇവന്മാരെല്ലാം കൊലപാതകൾ. ഈ കൊലപാതകളെ പിടിച്ചു കഴിഞ്ഞാൽ ഈ പറയും പോലെ അവരെ മാതൃസംഘടനയായിട്ട് CPM നോക്കിയിരിക്കുമോ? അവന്മാരെ മന്ത്രിമാർ നോക്കിയിരിക്കുമോ? അവിടെ കിടക്കുന്ന ഗഗാർ നോക്കി നിൽക്കുമോ? ഗഗാർ അല്ലെങ്കിൽ ഗഗാറിൻ്റെ ഒരിടത്തുകൊണ്ട് അവിടെ സ്റ്റോറില്ല, അവൻ നോക്കി നിൽക്കുമോ? ഗഗാറിൻ്റെ അനിയൻ്റെ ചേട്ടൻ്റെ മോന പൂക്കോട് വെറ്റിനറി കോളേജിൽ സ്റ്റോറിൽ ആ ഗഗാർ നോക്കി നിൽക്കുമോ? ഗഗാറൊക്കെ തന്നെയാണ് ഇത് കംപ്ലീറ്റ് കൺട്രോൾ ചെയ്യുന്നത്. അവന്മാരൊന്നും നോക്കി നിൽക്കില്ല. അതുകൊണ്ട് അവന്മാരവിടെ കൺട്രോൾ ചെയ്ത് പിടിച്ചു. അവന്മാർ പിടിച്ചു തുടങ്ങിയപ്പോൾ ഞാൻ അതിൻ്റെ മേളിൽ കയറി. അത്രയേ ഉള്ളൂ. ഇവന്മാർ തന്നെയാണ് നശിപ്പിച്ചുകൊണ്ടിരുന്നത്. നശിപ്പിക്കാൻ പോയി ഞാൻ വെളിയിലോട്ട് കയറി. ശരിക്കും വിഷമത്തില്ല. ഞാൻ മാത്രമല്ല, ഇവിടെ ഞങ്ങളുടെ കുടുംബക്കാരെല്ലാവരും. ഞങ്ങളൊട്ടും പ്രതീക്ഷിച്ചില്ല. അവർ തെളിയിക്കാൻ പറ്റാത്തിടത്തോളം കാര്യങ്ങളെല്ലാം നോക്കിയിട്ടുണ്ട് ആദ്യം തന്നെ. ഇനിയിപ്പോൾ വീണ്ടും അവർക്കൊരു അവസരം കിട്ടിയതുപോലെയായി. ഇവരൊക്കെ അകത്ത് കിടക്കേണ്ടവരായിരുന്നു. ഇവർ വന്നിട്ടും അവരെന്തൊക്കെയോ മാറ്റം വരുത്താൻ വേണ്ടി ആലോചിച്ച് വരികയാണ്. എന്തായാലും ഞങ്ങൾ വിഷമത്തിലാണ്. ഞങ്ങളിത് അറിഞ്ഞപ്പോൾ ശരിക്കും സങ്കടത്തിലാണ്. ഇവർ പുറത്തിറങ്ങേണ്ടവരല്ല ഒരു കാരണവശാലും. അത്രയും നീചമായിട്ടുള്ള പ്രവൃത്തികൾ അവർ ചെയ്തിരിക്കുന്നു. കേൾക്കാൻ പോലും പേടിക്കുന്ന കാര്യങ്ങളാണ് അവർ ചെയ്തിരിക്കുന്നത്. എന്തടിസ്ഥാനത്തിൽ ജാമ്യം കൊടുത്തൊന്നും എനിക്കറിയില്ല. പക്ഷെ അതിൽ ശരിക്കും വിഷമത്തില്ല. അതെ കൊടുക്കാൻ പറ്റും. ജാമ്യം അവർക്ക് കിട്ടാൻ പാടില്ല, അല്ലെങ്കിൽ കിട്ടില്ല എന്നാണ് ഞങ്ങൾ ഉറപ്പിച്ചിരുന്നു ഞങ്ങൾ. എനിക്ക് നിയമപരമായി ഒന്നും അറിയില്ല. ഹസ്ബൻഡ് പറഞ്ഞതുപോലെ തെളിവുകൾ ശരിക്കും ജയസിദ്ധാർത്ഥന്റെ ദുരൂഹമരണത്തിൽ മുഴുവൻ പ്രതികൾക്കും ജാമ്യം നൽകിയ കോടതി വിധിയിലുള്ള മാതാപിതാക്കളുടെ പ്രതികരണമാണ് തത്സമയം പ്രേക്ഷകർ കണ്ടത്. കോടതി വിധിയിൽ അങ്ങേയറ്റം നിരാശയുണ്ട്. മരണവാർത്ത അറിഞ്ഞതിനേക്കാൾ നിരാശയോടെയാണ് ഇപ്പോൾ ഈ വാർത്ത ശ്രവിക്കുന്നത് എന്നാണ് മാതാപിതാക്കൾ പറഞ്ഞത്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.